ഇച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. ആട്ടവിളക്കില്ല, ആട്ടും തുപ്പും മാത്രം. തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല. ഒറ്റ ഭാവം, അഹംഭാവം. ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. കെട്ടുകഥ, കസേരകളി, കഥകളി. നമസ്തേ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിയിട്ട് കത്തിക്കാൻ വച്ചിരുന്ന കഞ്ചാവ് പിടിച്ചു. കൂടുതൽ കഞ്ചാവ് പിടിച്ചത് SFIക്കാരിൽ നിന്നാണെന്ന് KSU പറയുന്നു. അല്ല, ഞങ്ങളിൽ നിന്ന് പിടിച്ചത് വെറും 80 ഗ്രാമാണെന്നും കിലോ കണക്കിന് കഞ്ചാവ് KSUക്കാരുടെ കയ്യിലായിരുന്നുവെന്ന് സഹാക്കൾ പറയുന്നു. ഇതിലിപ്പോൾ ഏതാ കേഡർ ഏതാ സെമി കേഡർ എന്ന കൺഫ്യൂഷനിലാണ് മലയാളികൾ. കഞ്ചാവ് വാങ്ങുന്നവർക്ക് ഓഫർ പ്രൈസും പ്രീ ബുക്കിംഗ് ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിനെ ചെറുകിട വ്യവസായമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതായി തുടർന്നേനെ. സ്വാഗതം കഥകളിയുടെ പുതിയൊരധ്യായത്തിലേക്ക്. കെട്ടുകഥ, കസേരകളി, കഥകളി. ക്യാമ്പസിൽ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് കേൾക്കുന്നത്. ഈ സഹാക്കൾക്ക് ഹോളിയിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് തോന്നി അല്ലേ? കഞ്ചാവ് വിൽക്കുന്നതിന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, തുട്ട് കിട്ടിയാൽ മതി, തുട്ട്. പിന്നെ SFIയെ പിരിച്ചുവിട്ടാൽ മാത്രം മതി കേരളത്തിലെ കലാലയങ്ങളിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരുമെന്നാണ് കേൾക്കുന്നത്. ഒരു കലാലയത്തിൽ കൃഷി ചെയ്യുന്നതോ പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്നതോ ആയ ഉൽപ്പന്നങ്ങൾ ചെറിയ ചെറിയ പൊതികളാക്കി എത്തിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന ഭാവത്തിലാണ് അവിടുത്തെ പാവം സഹാക്കൾ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. SFI യൂണിറ്റ് സെക്രട്ടറി അടക്കം 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. കഞ്ചാവ് എത്തിച്ചത് ഹോളി ആഘോഷങ്ങൾക്കെന്ന മൊഴി. പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവ്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. ഓക്കെ. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാണ്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പം അങ്ങോട്ട് പോകും. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. SFI സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയെ അമർ ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. 9 വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയയുടെ വേറിറക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത എന്തുകൊണ്ട്? അങ്ങനെ എല്ലാം SFIയുടെ തലയിൽ കെട്ടിവെച്ച് വിശ്വാസ്യതയും സ്വീകാര്യതയും തകർക്കാൻ സമ്മതിക്കില്ലെന്നാണ് സഹാക്കളുടെ പക്ഷം. അല്ലെങ്കിലും ഒരു കോളേജിലെ 2 സംഘടനകൾ കഞ്ചാവ് വിറ്റിട്ട് ഒരു സംഘടനയെ മാത്രം പറയുന്നത് മോശമല്ലേ? SFIയുടെ തലയിൽ കെട്ടിവെച്ച് SFIയുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും വിദ്യാർത്ഥികൾക്കിടയിലെ സ്വീകാര്യതയും ഇല്ലാതാക്കാമെന്നുള്ളതായിരിക്കും പുതിയ അജണ്ട. ആ അജണ്ട ഇതുകൊണ്ടൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവൻ ഒരു ഇത്തിരി കള്ളത്തരമുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. SFI നേതാവിൻ്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൊണ്ടും പറയണം. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പോരാ, SFIയുടെ നേതാവാണ്. നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ
നേതാവ് അതിൻ്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വിലയിരുത്തണം. എങ്ങോട്ടാ മുറിയൊക്കെ പൂട്ടി 3 പേരും? എവിടെ നാലാമൻ? നമ്മൾ 3 പേരേ ഉള്ളൂ. എനിക്ക് ഇവന്മാരാച്ചോ സംശയം, ഇവന്റെയൊക്കെ റൂമിൽ കാണും. കേരളത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന, വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന, കലാലയങ്ങളിലും ക്യാമ്പസുകളിലും അക്രമങ്ങളും അതോടൊപ്പം തന്നെ തല്ലും ഒക്കെ ഉണ്ടാക്കുന്നവരാണ്. എന്റെ പുന്നണി എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചിരിക്കും? എന്തായാലും ചെന്നിത്തല ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചെന്നിത്തലയുടെ ചില പ്രശ്നങ്ങൾ കൂടി പറയാതിരിക്കുന്നത് മോശമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കില്ല എന്നതാണ് ചെന്നിത്തലയുടെ പ്രധാന പ്രശ്നം. ആ പ്രശ്നമാണ് ചെന്നിത്തലയെ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. എന്തായാലേ ഈ സഹാക്കളുടെ നിരീക്ഷണം? രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി SFയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നില തുടരണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് വലിയ നിലയിൽ ഉപദേശിക്കുന്നത് കിട്ടും. ഒന്ന്, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ഇന്നിപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഒരു വഴിതാ. ഇപ്പോൾ രമേശ് ചെന്നിത്തലക്ക് കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ SFIയെ നിരോധിക്കണം എന്നായിരുന്നു. SFIയെ നിരോധിക്കണം എന്ന ആവശ്യം 1970 ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ഘട്ടം തൊട്ട് ഇവർ പറയുന്നതാണ്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങളെ നേരിട്ടിട്ടുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ ഈ സൂചിപ്പിച്ച ഏതെങ്കിലും റാഗിംഗ് കേസിൽ കേസുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് അവരെ പിരിച്ചുവിടും. ഇതിനകത്തിൽ നിന്ന് ഞങ്ങൾ അന്ന് സംഘടനയെ പുറത്താക്കും. ഇതാ ഇപ്പോൾ അറസ്റ്റിലായ കിലോ കണക്കിന് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അറസ്റ്റിലായ ഷാനിക്ക് KSUവിൻ്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ, അത് ഏറ്റുവാങ്ങുന്നതിൻ്റെ ഫോട്ടോ, കൂടെ ആരൊക്കെയുണ്ട് എന്നുകൂടി നിങ്ങൾ പരിശോധിക്കണം. ആ ഫോട്ടോയിൽ അതുകൂടി ഞാൻ പറയാം. ആ ഫോട്ടോയുടെ ബാക്കി, ആ ഫോട്ടോയിലുള്ള ഈ വെള്ള ഷർട്ടുകാരൻ KSUവിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു, അതിന് തൊട്ടപ്പുറത്തുള്ള ആള് KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിക്ക്. ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം? അതെ 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 ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. എന്ത് കഞ്ചാവ് പിടിച്ചാലെന്താ, സഹാക്കൾക്ക് ജാമ്യം കിട്ടിയില്ലേ എന്നാണ് മറ്റ് സഹാക്കളുടെ ചോദ്യം. സഹാക്കൾ കള്ളു വിറ്റാലും കഞ്ചാവ് പീഡനം അങ്ങനെ എന്ത് നടത്തിയാലും അവർക്ക് ജാമ്യം കിട്ടും. അതാണ് ഇവിടുത്തെ പോലീസിൻ്റെ സംവിധാനം, അതാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്. അല്ലേ സുധാരേടാ? CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണെന്ന് താമസിയാതെ നിനക്കൊക്കെ മനസ്സിലാവും. കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ. അവർക്ക് ട്രാൻസ്ഫർ ആണ്, അവർക്ക് സസ്പെൻഷൻ ആണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. സസ്പെൻഷനിലായ പോലീസുകാരന് നാട്ടിലൊരു വിലയില്ലെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് പോയി എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം. ആ പരിശോധന നടക്കുമെന്ന ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ആരോടാ പറയേണ്ടത്? ഏത് പൊട്ടനോടാ പറയേണ്ടത്? അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഏത് പൊട്ടൻ വിവരം കേട്ടവരാ ഇത് പറഞ്ഞത്? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണ് അത് കേൾക്കുക? ഏത് മന്ത്രി അത് സഹായിക്കുക? ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു ഉയരുന്നില്ല എന്ന് ഞാൻ പറയും. പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര മുഴുവൻ കൊള്ളപ്പലിശക്കാരെയും നിലയ്ക്ക് നിർത്താൻ കഴിയും. സാമൂഹ്യ വിരുദ്ധന്മാരെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. ഇന്ന് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ ലഹരി മാഫിയയും ഗുണ്ടകളും ഇവിടെ നാട്ടിൽ അരങ്ങ് തകർക്കുന്നത്. അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം. അതിൽ ഇപ്പോൾ കേരളത്തിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള
ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. മദ്യനിർമ്മാണശാലയും ഈ ലഹരിയുടെ ഉപയോഗം പരസ്പരം ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്ര ബാർ ഹോട്ടലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ വേണം. ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംവിധാനം വേണം. അപ്പം ഇതിന് മദ്യം വേണ്ടേ? ആ മദ്യം എല്ലാം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്താൽ മതി എന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇത് മദ്യമല്ലേ എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ മധു എന്നാണ് ഇതിന്റെ സാക്ഷാൽ പേര്. കുടിച്ച് പലരും തലകറങ്ങി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഏതാണ് കറങ്ങാതെ നിൽക്കുന്നത്? ചന്ദ്രനും സൂര്യനും മറ്റു ഗോളങ്ങളും എല്ലാം കറങ്ങുകയല്ലേ. കുടിക്കൂ. അപ്പോൾ ഇവർക്കിന്ന് വേണ്ടത് SFIയുടെ തകർച്ചയും അതിൻ്റെ പതർച്ചയുമാണ്. ആ പതർച്ചയും തകർച്ചയ്ക്കും ഒരു ഘട്ടത്തിൽ പോലും ഏത് ഘട്ടത്തിലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ലഹരി മാഫിയ സംഘങ്ങളെ ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ വലതുപക്ഷത്തിൻ്റെ അക്രമങ്ങളെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ പ്രതിരോധിക്കും, അതിനെ ചെറുത്തു തോൽപ്പിക്കും. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താൽ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ എന്റെ പ്രാന്തമുത്തപ്പ അവനൊരു വഴിയാക്കി തരടേ. രാഷ്ട്രീയം തന്നെയാണിത്. ഇത് ആരാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇത് കേരളത്തിൽ വ്യാപകമായി പൊളിറ്റിക്കൽ പാട്രണേജ് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ മാഫിയ കേരളത്തിൽ തഴച്ചു വളരുന്നത്. വരട്ടെ. അതുകൊണ്ട് കേരളത്തിൽ ലഹരി അവസാനിക്കണമെങ്കിൽ SFI എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടേണ്ടി വരും. ഇത്രയും നേരം പുകയടിച്ച് എല്ലാവർക്കും കിളി പോയിരിക്കുകയാണ്. ഇനി പുകയടിക്കാതെ തന്നെ തല പുകയ്ക്കുന്ന ചിലത് കേൾക്കാം. ഗോവിന്ദൻ സഖാവിൻ്റെ താത്വിക അവലോകനം. മാഷ് സംസാരിക്കാൻ തുടങ്ങിയാൽ അതിന് പൊളിറ്റിക്സ് മാത്രമല്ല, എക്കണോമിക്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ കടന്നു വരും. വെറുതെ അല്ല ഈ SFIക്കാർ പഠനകാലത്തെ പൊതി തേടി പോകുന്നത്. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് സഖാവ് വെള്ളക്കുണ്ടിൽ ദിനേശൻ. വെള്ളക്കുണ്ടോ ഇതിനോ? വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടോ? ഒരു പുതിയ പദമാണ്. ഞാൻ അല്പം താമസിച്ചു പോയി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ചു കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. സമ്പത്ത് വ്യവസ്ഥയെ പറ്റി എക്കണോമിക്സ് പഠിച്ച ആളുണ്ടാവില്ല, ഇല്ലേ? ഞാൻ എന്തുമാത്രം എക്കണോമിക്സ് പഠിച്ചതാ. അതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കണ്ടേ? എക്കണോമിക്സ് is a science which studies human behavior. It's a relationship between ends and scarce means which have alternative uses. എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് സമ്പത്ത് വ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ്, സമ്പത്ത് വ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ്, എവിടെയാണ് സാറേ? വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. ഇനി ആനത്താര, കപ്പൽ താര എന്നിങ്ങനെ ചില താരകളെ കുറിച്ച് പഠിക്കാം. ആദ്യം എന്താണ് ആനത്താര എന്ന് നോക്കാം, പിന്നെ ആനത്താര പോലുള്ള കപ്പൽ താരയെ പറ്റി പഠിക്കാം. ആന സ്ഥിരമായി പോകുന്ന പരമ്പരാഗതമായിട്ട് കോടാനുകൂടി വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് ഈ ആനത്താര പറയാം. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 100 കൊല്ലം കൊണ്ടൊന്നും ഉണ്ടായതല്ല. ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ ആന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കപ്പൽ താരയുണ്ട്. കപ്പൽ താര എന്ന് പറഞ്ഞാൽ എന്താ? കപ്പൽ പോകുന്ന ചാനൽ, കപ്പൽ ചാനൽ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ ഇതിനൊരു കപ്പിത്താനുണ്ട്. നമ്മൾ കാണുന്ന പോലെ ആകെ ഒരു കപ്പലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലുണ്ട് ലോകത്ത്. എന്താ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഉണ്ടാ? പിന്നെ അതാ കറക്റ്റ്. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേ വരെ വിദേശ വസ്തുക്കളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം.
ഇത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുണ്ടോ? ഉണ്ടോ? ഉറപ്പല്ല ഇല്ലാന്ന്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി നമ്പർ 1 കേരളത്തിലെ പട്ടിണിയില്ല കഥയാണ്. BJPയും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 38%, 40% ഒക്കെയാണ് പട്ടിണി. കേരളത്തിൽ അത് വെറും 0.7, 0.8% മാത്രമാണ്. നമ്മുടെ ദാരിദ്ര്യം കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം. 2.5 ഏക്കറിന് ആധാരം വച്ചു ഞാൻ 1.5 ലിറ്റർ പെട്രോൾ വാങ്ങി 38-40% കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനത്തിൽ പട്ടിണി. ഇവിടെ 0.700 ഒരാളില്ല. മനസ്സിലായില്ലേ? 100 ആളാകുമ്പോൾ ഒരാൾക്ക് പട്ടിണിയില്ല. സ്വപ്നത്തിലാണ് ബിരിയാണി തിന്നതെങ്കിൽ ബില്ല് കൊടുക്കണ്ടല്ലോ. എന്തിനാ സ്വപ്നം കാണുകയാണെങ്കിൽ കഞ്ഞി കുടിച്ചു കാണുന്നത്? നിങ്ങൾ ബിരിയാണി തന്നെ നിന്നോണ്ടൂടെ? നമ്മളിപ്പോൾ തീരുമാനിച്ചു ഈ നവംബർ 1 കേരള പിറവി ദിനത്തിന് ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഒരു പ്രഖ്യാപനം നടത്താൻ പോവാണ്. എന്താ? അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്നുള്ളത് കേരളമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. വിശ്വസിക്കരുത്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇവിടെ ഇല്ലാതെ ഒരു വർഗമുണ്ട്. ഏതാ? സന്തോഷപൂർവ്വം താരം അങ്ങോട്ട് വാങ്ങിയാട്ടെ. അയ്യോ, ഈ തിരുമോന്നോണ്ട് എങ്ങനെയാ എന്റെ പൊന്നു പിള്ളച്ച സന്തോഷത്തോടെ ഇത് വാങ്ങുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലും ആ വർഗമുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. ഏതാ വർഗം? കേരളത്തിൽ ഇല്ലാതെ ഇപ്പോഴും അറിയാത്ത പരിചയമില്ലാത്ത ഒരു വർഗം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉള്ളത് ഇവിടെ ഇല്ല. ഏതാ? ജന്മി ഉണ്ട്. ആരും കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇപ്പൊ ഏതെങ്കിലും ജന്മി ഉണ്ടാ? പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സിനിമയിലൊക്കെ നാടകത്തിലൊക്കെയാ ജന്മിയുള്ളത്. ഇവിടെ ജന്മിയില്ല. ജന്മിത്വം അവസാനിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനെ എന്നെ തടയാനാകില്ല. ജന്മിത്വം വെറുതെ അവസാനിച്ചതല്ല. ജന്മിത്വം അവസാനിച്ചപ്പോ 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടി. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്റെ ധൃതി ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗമുണ്ടാ? സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയവർ പാട്ടുകെട്ട് ഞെട്ടി. പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? സംസ്ഥാനത്തെ ഒരമ്പലത്തിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠയുള്ളത് ഇതേവരെ കേട്ടിട്ടില്ല. പുഷ്പൻ. പിന്നെ ഗാനമേള നടക്കുന്ന സ്റ്റേജിൻ്റെ വീഡിയോ വാളിൽ DYFI, CPM എന്നൊക്കെ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ അടുത്ത പാട്ട് കേട്ടതോടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി. 100 പൂക്കളെ 100 പൂക്കളെ ലാൽസലാം. മറ്റേ പാട്ട് കൂടി പാടാമായിരുന്നു. ഏത്? പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തൻ അമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി CPMന് ആകെ ഒരു പരിഭ്രാന്തി വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ അവിടെ എല്ലാം കടന്നുകൂടി പിടിച്ചെടുത്ത് വിശ്വാസികളുടെ പിന്തുണ കിട്ടുമെന്നാണ് അവർ വിചാരിച്ചത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. ഇപ്പൊ ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. കടക്കൽ ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ അവര് കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഗാനമേള പുഷ്പനെ അറിയാമോ? വെറൈറ്റി ആണ്. കടക്കൽ അമ്പലത്തില് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയവന് ഏത് ലോകത്താണ്? ഈ മാതിരി തല്ലിപ്പൊളി ഇടപാടുകൾ കിട്ടേ. ലാൽ സലാം സഖാക്കളെ എന്ന് പാടുകയാണ്. പാടുമ്പോ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം DYFI, CPM. ഇതെന്ത് നാടാണിത്? ആവേശം പൂണ്ടാത്തു വിളിച്ചവനെ എല്ലാ ആരാധനാലയങ്ങളിലും ഇവരിപ്പോ ചാമ്പ്യന്മാരായിരിക്കാം. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്തും ചെയ്യാമെന്നുള്ള
അഹങ്കാരം തലക്ക് പിടിച്ചതിന്റെ ഭാഗമാണ്. എനിക്കതിൽ പറയാനുള്ളത് സമൂഹത്തിന്റെ മുന്നിൽ നമ്മളാരും പരിഹാസ്യരാകരുത് എന്നുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഞാൻ കണ്ടു, എവിടുന്നാണെന്നറിയില്ല CPM എല്ലാം ചാടി കയറി വന്ന് വലിയ വിശ്വാസികളായിട്ട് അങ്ങ് വന്നിരിക്കുക. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്, വലിയ വെടി 4, ചെറിയ വെടി 4. വെടി വഴിപാടാണല്ലേ മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഇതുപോലത്തെ ഒരു സംഘർഷമാണ് തെയ്യഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യം. അതിന്റെ മുമ്പിൽ പോയി ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക. അത് വിളിക്കാൻ പറ്റി എത്ര സ്ഥലം മാറിയിട്ട്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ എവിടെയെല്ലാം ക്രിമിനലുകളുടെ സംഘമായി ഇവർ മാറിയിരിക്കുക. കഥകളി ഈ ആഴ്ചയിലെ കഥകളി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കാണാം. നമസ്തേ. ഇച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. ആട്ടവിളക്കില്ല, ആട്ടും തുപ്പും മാത്രം, തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല, ഒറ്റ ഭാവം, അഹംഭാവം, ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ, കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇടിച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. കെട്ടുകഥ, കസേരകളി, കഥകളി.